നല്ല മഴ തന്നെ. 2 ദിവസമായിട്ട് ഇവിടെ നിർത്താതെ മഴ തന്നെയാ. കാണാനൊക്കെ നല്ല രസമാണെങ്കിലും ഇങ്ങനെ നിർത്താതെ പെയ്യുമ്പം വിചാരിക്കും ഒന്ന് നിർത്തി തന്നൂടെ എന്ന് വിചാരിക്കും. ആ അപ്പോൾ ഞാൻ സ്നാക്സ് ഉണ്ടാക്കുന്ന പരിപാടിയിലാ. മക്കൾ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പം എന്തെങ്കിലും ആയിട്ട് കൊടുക്കണല്ലോ. അപ്പോൾ ഇന്നൊരു പാസ്ത ഉണ്ടാക്കാന്നാ വിചാരിച്ചത്. പാസ്ത യൂഷ്വലി വെജിറ്റബിൾസ് എല്ലാം ഇട്ട് ആക്കുമ്പം അവർ കഴിക്കൂല. വെജിറ്റബിൾസ് ഒക്കെ അവർ മാറ്റി വെക്കും. അപ്പൊ പിന്നെ വെജിറ്റബിൾസ് ഇടുന്നതിൽ ഒരു കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ ഒന്നുകിൽ അതെല്ലാം കൂടി അരച്ചു ചേർത്ത് അങ്ങനെയൊക്കെയാ ചെയ്യാറ്. അപ്പൊ ഇന്ന് ഞാൻ യൂട്യൂബിൽ കണ്ടൊരു റെസിപ്പി എടുത്തൊന്ന് ട്രൈ ചെയ്യാന്ന് വെച്ചു. അതായത് ഈ മത്തൻ പംകിൻ ഇല്ലേ, അത് ഒന്ന് വേവിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് വേവിച്ച് ഒന്ന് ഉടച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മളെ ഫ്രഷ് ക്രീം, നമ്മൾ വീട്ടിൽ പാല് ചൂടാക്കിയാലും മേലെ ഇങ്ങനെ ക്രീമായിട്ട് വരും, അത് ആടാം. അതാ എടുത്തത് ഞാൻ. അതും കൂടി ചേർത്ത് ജാറിൽ ഒന്ന് അരച്ചെടുത്തിട്ട് അതിലേക്ക് വേവിച്ച് വെച്ച പാസ്ത ഒന്ന് മിക്സ് ചെയ്യാം. അങ്ങനെയാണ് ഞാനത് ചെയ്തത്. ചെയ്ത് നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ എടുത്തത് മത്തൻ കുറച്ച് കുറവായിരുന്നു തോന്നുന്നു. അത് കുറച്ചും കൂടി ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വൈറ്റ് സോസ് പാസ്തയൊക്കെ ഇല്ലേ, അതിൻ്റെ എല്ലാം ഒരു കൺസിസ്റ്റൻസിയിൽ ശരിക്കും നമുക്ക് കിട്ടും. അപ്പൊ അത് കുട്ടികൾക്ക് കൊടുത്തപ്പം അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പച്ചക്കറി അകത്ത് പോവുകയും ചെയ്തു. അങ്ങനെയൊക്കെ നമ്മളിത് ഇങ്ങനെ ആലോചിക്കണ്ടേ, ഇവർക്ക് എങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് കൊടുക്കണം. അങ്ങനെയൊക്കെ ഒരു അമ്മയായാൽ പിന്നെ ഇങ്ങനത്തെയൊക്കെ നമ്മൾ ചിന്തിക്കണം. നമുക്ക് ഇഷ്ടമുള്ള സാധനം എന്താ വാങ്ങിച്ച് കഴിക്കേണ്ടതെന്നല്ലല്ലോ. വൈകുന്നേരം കുട്ടികൾ വരുമ്പം സ്നാക്സിന് എന്താ കൊടുക്കുക, ഇതൊക്കെയായിരുന്നു. ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ 5th വരെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഹോസ്റ്റലിലായിരുന്നു. 5th വരെ എന്തെങ്കിലുമൊക്കെ അമ്മ ആക്കി വെക്കുമായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് മിക്സ്ചർ ആയിരുന്നു. ഞാൻ മിക്സ്ചർ ഇല്ലെങ്കിൽ വേഗം കടയിലേക്ക് ഓടും മിക്സ്ചർ വാങ്ങിയിട്ട് വരാൻ. അങ്ങനെയൊക്കെ ആയിരുന്നു. അതിനുശേഷം 6th മുതൽ 12th വരെ ഞാൻ നവോദയ ഹോസ്റ്റലിലാണ് നിന്നത്. അവിടെ ആണെങ്കിൽ എല്ലാ ദിവസവും നല്ല അടിപൊളി സ്നാക്സ് കിട്ടുമായിരുന്നു. എല്ലാ ദിവസവും എന്നല്ല, എന്നാലും മിക്ക ദിവസങ്ങളിലും നല്ല സ്നാക്സ് ആയിരുന്നു. ചില ദിവസം ബണ്ണും ഫ്രൂട്ടിയും അൺഫ്രൂട്ടി ബ്രെഡ് അങ്ങനത്തെയൊക്കെയുള്ള ദിവസങ്ങളും ഉണ്ട്. എന്നാലും കുഴപ്പമില്ലാണ്ട് ചായയും സ്നാക്സും ഒക്കെ ഡെയിലി ഒരു റുട്ടീൻ പോലെ ഉണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു എൻ്റെ ഒരു സ്കൂൾ ലൈഫിൻ്റെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ അവർക്കത് കൊടുത്തപ്പം പാസ്ത കൊടുത്തപ്പോൾ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവർ ശരിക്കും ഇത് വെറുതെ കാണിക്കുന്നതല്ല കേട്ടോ, ശരിക്കും നല്ല രസമുണ്ട് അമ്മയെന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നും മനസ്സിലായതും ഇല്ല. പിന്നെ പക്ഷെ ഞാൻ പറഞ്ഞു മത്തനാന്ന് പറഞ്ഞപ്പോൾ അവൾ ഇങ്ങനെ മുഖം ചുളിക്കുന്നുണ്ടായിരുന്നു.